Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു പാവയ്ക്ക തീയലാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. തീയൽ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് ഏറ്റവും നല്ലതൊരു ചട്ടി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യേണ്ട, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചട്ടിയിലേക്ക് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പാവയ്ക്കയാണ്. പാവയ്ക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു പാവയ്ക്കയാണ്. അത് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച പാവയ്ക്ക നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പകുതി സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ പാവയ്ക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് പാവയ്ക്ക വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നമുക്കൊരു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം. പാവയ്ക്ക വേവുന്ന സമയം തന്നെ നമുക്ക് തീയലിന് വേണ്ടിയിട്ടുള്ള തേങ്ങാരപ്പം കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പിടി കൈപ്പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് വറക്കാനായിട്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ പെട്ടെന്ന് വെള്ളമൊക്കെ പറ്റി പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ വെള്ളം ചെറുതായിട്ട് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് 1/2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ ആയിട്ട് ഇടയ്ക്കൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. തേങ്ങ മൊരിഞ്ഞ് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 കഷ്ണം വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ തേങ്ങയുടെ മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. എന്നിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇപ്പം നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജാറിൽ പിടിച്ചിരിക്കുന്ന അരപ്പും കൂടെ നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളിയുടെ വെള്ളം നന്നായിട്ട് പുളി പിഴിഞ്ഞ് ആ വെള്ളം എടുത്തിട്ട് അതുകൂടെ നമുക്കിതിലേക്ക് ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി ആ വെള്ളം കൂടെ നമുക്ക് എടുക്കാം. തേങ്ങയുടെ അരപ്പും പുളിവെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു കഷ്ണം ഒന്ന് നന്നായിട്ട് ഉടച്ച് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ആ സമയം നമുക്ക് ഉപ്പും ഈ ഒരു പാവക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക തീയൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് 1 പിടി സവാള, നിങ്ങൾ ഉള്ളി എടുക്കുന്നെങ്കിൽ ഉള്ളി ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ സവാള ഒന്ന് മൊരിഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴേക്കും 1 പിടി വേപ്പില. സവാള മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഒരു താളിപ്പ് നമ്മളുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.